ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ആദ്യം നിയമസഭയിൽ കൊണ്ടുവരാൻ പോകുന്ന വിഷയം നിങ്ങളുടെ സങ്കടങ്ങളായിരിക്കും. സംശയം വേണം. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ ഒരു ഷെഡിൽ 250 കുടുംബങ്ങൾ കിടക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും പോയി? പാവപ്പെട്ടവന്റെ സങ്കടം എവിടെ എന്ന് പറയുന്നത് വേറെ എവിടെ പോയി പറയും? നിങ്ങളെ പോലുള്ള മന്ത്രിമാര് ജില്ലയിലുള്ളത് കൊണ്ടാണ് ആ പാവങ്ങൾ ഇപ്പോഴും സിമന്റ് കോടോണി കിടക്കുന്നത്. ഞാൻ കൈകൾ കൂപ്പി നിങ്ങളോട് പറയുന്നു, ആ തീരപ്രദേശത്ത് താമസിക്കുന്ന ആ 250 കുടുംബങ്ങളെ നിങ്ങളൊന്ന് പുനരധിവസിപ്പിക്കാം. കേരളത്തിലെ പ്രതിപക്ഷം സമരം ചെയ്യുന്ന ആ പാവപ്പെട്ടവരുടെ കൂടെയാണ്. ഇതുപോലെ ഒരു അമ്മ വന്ന് കിടന്നിട്ട് അത് പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാ അപമാനകരമായ കാര്യമാണ്. എൻഡോസൾഫാൻ വിഷയം നിർബന്ധമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. ഇവിടെ ആരാണ് ഈ ഇരകളെ ഉണ്ടാക്കിയത്? ഇവിടെ സ്റ്റേറ്റാണ്. സാർ, കണ്ണീരോടെ അല്ലാതെ നമുക്ക് ആർക്കും അവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല. സാർ, അടിയന്തരമായി ഒരു മനുഷ്യത്വപരമായ പ്രശ്നമായി ഇതിന്റെ ഇടപെട്ട് നീതി നിഷേധിക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കർഷകരുടെ തലയ്ക്കുമീതെ ഇടുക്കി പോലെ പെയ്തിറങ്ങുന്ന ഒരു തീരുമാനം ഈ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു. 2.5 ലക്ഷം ഹെക്ടർ സ്ഥലമാണ്. കോട്ടയം എരുമേലിയിൽ ബഫർ സോൺ സമരം നടന്ന ഏഞ്ചൽ വാലി, പമ്പാവാലി എന്നിവിടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. പട്ടയം കിട്ടിയ ഭൂമിയിലെ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അത് വനഭൂമിയായി. ഇത് തർക്കത്തിന് വേണ്ടി പറയുന്നതല്ല. മന്ത്രിസഭ എടുത്ത ആ തീരുമാനം റദ്ദാക്കി ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് വിഷ്വലൈസ് ചെയ്യും. നമ്മുടെ കുടുംബം ജീവിക്കുന്ന ഒരു പ്രദേശത്താണ് ഇതുപോലെ ആനയും കടുവയും കാട്ടുമൃഗങ്ങളും ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുമോ? വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ? ഞാനിത് രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. ചങ്ക് പൊട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ആകാശത്ത് നിന്ന് സീറ്റ് കൊണ്ടുവരും? 10,000-കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തുണ്ട്. ഒരു ജില്ലയുടെ മറ്റേ അറ്റത്ത് പോയി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന നായ്ക്കളുടെ ശല്യം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോ പട്ടി കടിച്ച കേസാണോ നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്ന് പരിഹസിച്ച ആളുകളുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പേവിഷബാധയേറ്റ് മരിച്ച റാന്നി പെരുന്നാട് സ്വദേശി അഭിരാമയുടെ വീട് സന്ദർശിക്കുകയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും തെരുവ് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണോ സർക്കാർ ചെയ്യുന്നത്? 16 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി പട്ടാപ്പകൽ നടുറോട്ടിൽ വെച്ച് ക്രൂരമായി അധിക്ഷേപിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്ത ഒരു സംഭവം. സർ, ആ വിഷയം, സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച ഒരു വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ ക്യാമ്പയിനുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അമ്മയുടെ കൂടെ കിടന്നുറങ്ങിയ 5ഉം 8ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചു കൊല്ലുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ പോലീസ് ചരിത്രത്തിൽ പോലീസ് ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ പോലീസിന് ഇരട്ട നീതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഒക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ പോകുന്നത്. ക്രിമിനലുകളും ഹാബിച്വൽ ഒഫൻഡേഴ്സ് ഈ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയാണ്. വീട് തല്ലി പൊളിച്ച് അകത്ത് കയറിയവർക്ക് ജാമ്യമുള്ള കേസ്, അടികൊണ്ടവർക്ക് ജാമ്യമില്ലാത്ത കേസ്. ഒരു മാവേലി സ്റ്റോർ UDF-ന്റെ കാലത്ത് പൂട്ടിയിട്ടുണ്ടോ? റംസാൻ വിഷു ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ ഔട്ട്ലെറ്റുകൾ ശൂന്യം. കുടുംബത്തിന്റെ ബജറ്റിലുണ്ടായിരിക്കുന്ന ഈ മാറ്റം ഈ നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും? ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ടും നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. കേരളത്തിൽ ഞങ്ങൾ സിൽവർ ലൈൻ നടപ്പാക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്ത് തെറ്റാണ് കുഞ്ഞു ചെയ്തത്? ആർക്കാണ് SFIക്കാർക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല. നിങ്ങളെയൊന്നും ഭയന്നല്ല ഞങ്ങൾ കഴിയുന്നത്.